ഹലോ മൈ ഡിയേഴ്സ്. മൊബൈൽസിനെ കുറിച്ചാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. മൊബൈൽസാണ് ഇപ്പം നമ്മുടെ എല്ലാവരും വീട്ടിൽ വില്ലൻ. കുട്ടികളെല്ലാം സ്ക്രീൻ ടൈം കൂടുതലാണെന്ന് പറഞ്ഞ് പാരൻസിൻ്റെ ഒരേ പരാതിയാണ്. നമ്മളറിയാം, നമുക്ക് മൊബൈൽസ് ഇല്ലാതെ ഒരു ദിവസം കൊണ്ടുപോകാനേ പറ്റില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെയാണല്ലേ? മൊബൈൽസിൽ റേഡിയേഷൻസ് ഉണ്ട് ഒക്കെ നമുക്കറിയാം. നമ്മളെക്കാളും ഒക്കെ 10% കൂടുതലാണ് കുട്ടികൾക്ക്. കുട്ടികൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ അവരുടെ ടിഷ്യൂസൊക്കെ ഡാമേജ് ആവുകയും അവർക്ക് ഈ ബ്രെയിൻ ക്യാൻസർ, ട്യൂമർ അങ്ങനെയുള്ളവയൊക്കെ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുടെ ഈ ഡയറക്റ്റ് ബ്ലൂ റേസ്, ഈ ലൈറ്റ്, സ്ക്രീനിലെ ലൈറ്റ് ഡയറക്റ്റ് അവരുടെ കണ്ണുകളിലേക്ക് അടിക്കുമ്പോൾ കണ്ണുകളുടെ ആ സൈറ്റ് അല്ലേ പുവർ സൈറ്റായിട്ട് മാറുന്നു. ഐ സൈറ്റ് വളരെ കുറഞ്ഞു പോകുന്നു. നമ്മുടെ ഐയുടെ ഫ്രണ്ട് പോർഷൻ കോർണിയയിലേക്ക് ഡയറക്റ്റ് ലൈറ്റ് അടിക്കുകയും നമ്മുടെ ആ വ്യൂ, കാഴ്ച വളരെയധികം കുറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അധികമായിട്ട് കുഞ്ഞുങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നതോടുകൂടി അവരുടെ ആ അക്കാഡമിക്കൽ ലെവൽ വളരെ കുറയും. പഠിത്തത്തിലുള്ള ഉത്സാഹം കുറയും. അവർക്ക് എപ്പോഴും അവർക്ക് ഗെയിം കളിക്കാനും ഫോൺ കൂടുതൽ യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാകും. അങ്ങനെയാകുമ്പോൾ അക്കാഡമിക്കലി അവർ പുവറാവും, മാർക്ക് കുറയും, പിന്നെ ബഹളമായി, അടിയായി, വഴക്കായി, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ ലൈഫ്. ഇങ്ങനെ പോകുമ്പോൾ അവർക്ക് എന്ത് പറ്റുന്നു? ഡിപ്രഷനിലേക്ക് അവർ പോകുന്നു, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു, നമ്മൾ പറയാറുണ്ട് മറുകൃതി പറയുന്നു. കുട്ടികൾക്ക് അവരുടെ ഇമോഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റാതെ ആവുന്നു. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കുട്ടികൾക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ് നെറ്റിലൂടെ ഒരു വിരൽത്തുമ്പിലൂടെ അവരുടെ കൈകളിലേക്ക് വരികയാണ്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ആപ്പുകൾ ഏതൊക്കെയാണ് അവർ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടോ, അവർക്ക് ഏതിലൊക്കെയാണ് അവർ പോകുന്നതൊക്കെ നമ്മളൊരു നമ്മുടെ ഒരു നോട്ടം അവരിൽ എപ്പോഴും ഉണ്ടാകണം. കുട്ടികളിത് ഉപയോഗിക്കേണ്ട എന്നല്ല, അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും അവർ പല ആപ്സിലൂടെ അവർ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതൊന്ന് ഫോക്കസ് ചെയ്യുക. അവരുപയോഗിക്കുന്ന സൈറ്റുകൾ ഏതൊക്കെയാണ്, എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണോ, അവർക്ക് ആവശ്യമുള്ളതാണോ എന്നുള്ളൊരു നമ്മളെപ്പോഴും ഒരു ക്വിക്ക് ആയിട്ട് നമ്മുടെ ഒരു ഫോഴ്സ് അവരിലേക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ ഒന്നാണ് ആക്സിഡൻസ്. കുട്ടികൾ ഈ മൊബൈൽ ഫോണൊക്കെ തുരുതുര ഹെഡ്സെറ്റൊക്കെ വെച്ച് യൂസ് ചെയ്ത് നടക്കുന്ന സമയത്ത് അവർ കേൾക്കുന്നില്ല, അവരുടെ കേൾവിശക്തി കുറയുന്നു. അവർ ഇതിനകത്ത് സ്ക്രീനിൽ മുഴുകി നടക്കുന്ന സമയത്തൊക്കെയാണ് കൂടുതൽ ആക്സിഡൻസും ഉണ്ടാകുന്നത്. ഫോണില്ലാണ്ട് നടക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അവരിലേക്ക് ആക്സിഡൻസിൻ്റെയൊക്കെ സാധ്യതകൾ കൂട്ടുന്നു. അതുപോലെ സൈബർ ബുള്ളിയിങ്, പല പല സൈബർ കേസുകളുടെയൊക്കെ അടിപ്പെട്ട് ഇതിൻ്റെ പിറകെ പോകുന്നു. ഇവരറിഞ്ഞുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ സൈബർ ഭീഷണികളൊക്കെ ഇവർക്ക് ഇതിലൂടെ വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ നമ്മളോട് പറയാൻ ബില്ലിങ് ആവണം. നമ്മളെപ്പോഴും അവരുടെ കൂടെയുണ്ട്. കുട്ടികൾ ഭയപ്പെടാൻ പാടില്ല. ഞാനിനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയോ, ജഡ്ജിമെൻറ്റ് ഇടയാകുമെന്ന് തോന്നൽ കുട്ടികൾക്കുണ്ടാകാതെ എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ മൊബൈലിൻ്റെ ഉപയോഗമൊക്കെ അവർക്കറിയാം എത്രയാണ്. നമ്മൾ അവർക്കൊരു കറക്റ്റ് ടൈം കൊടുക്കുക. ഒരു ദിവസം 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറൊക്കെ യൂസ് ചെയ്തോളൂ, കളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ടൈം അവർക്ക് ലൊക്കേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ പിന്നെ അധികം അത് ഉപയോഗിക്കില്ല. കുട്ടികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചു വാങ്ങുക അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് അവർക്ക് വീണ്ടും വീണ്ടും ഇത് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുന്നു. നമ്മൾ ഇഷ്ടമുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും വന്ന് തടസ്സപ്പെടുത്തിയാൽ എന്തായിരിക്കും നമ്മുടെ ഇമോഷൻ? ലൈക്ക് ദ സെയിം കുട്ടികൾക്കും ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പറയാം, മൊബൈൽ മാറ്റി വയ്ക്കൂ, 5 മിനിറ്റുകളുടെ മൊബൈൽ മാറ്റി വയ്ക്കൂ എന്ന് പറയാം. അല്ല, കുട്ടികളിൽ നിന്ന് പിടിച്ചു വാങ്ങാനൊന്നും നമ്മൾ ശ്രമിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സ്ക്രീൻ ടൈം നമുക്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റും? നമ്മൾ സ്ക്രീൻ ടൈമിലായിന്ന് കുട്ടികളെ ആ സമയത്ത് കുറയ്ക്കാൻ പറഞ്ഞാൽ അവർ കുറയ്ക്കില്ല. നമ്മൾ എത്ര പ്രാവശ്യം മൊബൈൽ യൂസ് ചെയ്യുന്നതൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ടൈം ഷെഡ്യൂൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക. ഒന്നോ അല്ലെങ്കിൽ ഹാഫ് ആൻ അവറോ ഒക്കെ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഹാഫ് ഡേ ഞാൻ ഗാഡ്ജറ്റ്സേ ഉപയോഗിക്കുന്നില്ല എന്ന് പാരൻസ് പറഞ്ഞു നോക്കി കുട്ടികളും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ കുട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് അവർ ഇപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഫ്രീ ടൈമിലൊക്കെയാണ് മൊബൈൽ അധികം യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് അവരുടെ സ്കിൽസ് കണ്ടുപിടിക്കാം. ക്രിയേറ്റീവായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് സഹായിക്കാം. ഇങ്ങനെയൊക്കെ അവരുടെ സ്കിൽസ് കണ്ടെത്തി നമ്മൾ സ്കിൽസിലൂടെ സഹായിക്കുമ്പോഴാണ് അവരുടെ സ്ക്രീൻ ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. ക്രിയേറ്റീവ് ആക്കുക കുട്ടികളെ. ഇപ്പം അവർക്കിപ്പം മെക്കാനിക്സ് ഇഷ്ടമായിരിക്കും. ഇപ്പോൾ ബോയ്സിനൊക്കെ ആണെങ്കിൽ അതൊക്കെയാണ് ഇഷ്ടം.
എനിക്ക് 2 ആൺമക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ബോയ്സിനെ ഫോക്കസ് ചെയ്ത് പറയാൻ കാരണം. അപ്പോൾ അവർക്ക് എന്താണ് നമ്മുടെ വീട്ടിലെ പഴയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഇപ്പം ഇലക്ട്രിക് എക്യുപ്മെൻറ്റ്സുകളൊക്കെ ചീത്തയായതോ അല്ലെങ്കിൽ ഉപയോഗിക്കാത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനകത്ത് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും അവർ അതിലൂടെ എന്താണ് അപ്പോൾ അവർ കുറച്ച് പ്രൊഡക്റ്റീവ് ആകും. അത് ചെയ്യാൻ, അത് കറക്റ്റ് ഓപ്പൺ ചെയ്ത് അതുപോലെ ക്ലോസ് ചെയ്യാനൊക്കെ പഠിക്കുന്ന ആ ഒരു ഇതിലേക്ക് അവർ പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അവരുടെ സ്കിൽസ് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ കുറേ നട്ട്സൊക്കെ ബാക്കി കാണും പുറത്ത് വയ്ക്കാതെ. അപ്പോൾ അത് കുട്ടികൾ കൂടുതൽ ഇതാവും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വരുത്തുമ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ബിൽഡ് ചെയ്ത് വെക്കാൻ ഒക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ കുഞ്ഞിലേ പഠിച്ച് വന്നിട്ടില്ലേ അവർ. അപ്പോൾ അതുപോലെ അവരെന്ത് ചെയ്യും, അതൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അപ്പോൾ നമ്മളൊക്കെ അവരുടെ സ്കിൽസ് നമുക്ക് അറിയാനും സാധിക്കും. അങ്ങനെ നമ്മളെ കൂടെ ഒന്ന് അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അവരെ ഏർപ്പെടുത്തുക, റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാതെ ആകുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ ഈ ഗാഡ്ജറ്റ്സിലേക്ക് പോകുന്നത്. റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കൂ, നമ്മുടെ കൂടെ കിച്ചണിൽ നമ്മളെ സഹായിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നുള്ളപ്പോൾ അവർക്കും എന്തെങ്കിലുമൊക്കെ വായിക്കാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അവരുടെ സ്റ്റഡി റൂം ഒരുക്കാം, അവരുടെ ഡ്രസ് ടേബിൾ റെഡിയാക്കാം, ടൈം ടേബിൾസൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക. കുറച്ച് സമയം അവർക്ക് മൊബൈൽ യൂസ് ചെയ്യാനും കൊടുക്കുക. ഫുൾ ടൈം നമ്മൾ അവരിൽ നിന്നും ഫോൺ ഒഴിവാക്കാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. പതിയെ അവരുടെ ഉപയോഗം കുറച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണല്ലോ? നമ്മുടെ മക്കളെ നമ്മൾ അവരോടൊപ്പം നിന്ന് കുറച്ച് സമയമൊക്കെ കൊടുക്കുക. നമ്മൾ റീൽസ് കാണുമ്പോൾ അവരെ കൂടെ കൂട്ടിയിരുത്തി നമുക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കുറച്ച് കാണുന്നു, മാറ്റി വയ്ക്കുന്നു, അടുത്ത പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മക്കളെ സഹായിക്കാം. അപ്പോൾ അവരുടെ ലൈഫിൽ മൊബൈൽ വില്ലനാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയേണ്ടതായിട്ട് വരില്ല. താങ്ക് യു ഓൾ. ലവ് യു ഓൾ.